ഹായ് നമസ്കാരം മക്കളെ. അപ്പോൾ നമുക്കിപ്പോൾ കോഴിക്കോട്ട് നിന്ന് തിരിച്ച് കൊല്ലത്തേക്ക് വരേണ്ട സമയമേ. ഇന്ന് കോഴിക്കോട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുക്കത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 മണിക്കൂർ യാത്രയാണുള്ളത്. ഞങ്ങൾ 2 സ്കൂട്ടിയിലായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഗൈസ്? ഇവിടെ എല്ലാം വളവും തിരിവും കയറ്റവും ഒക്കെയാണ്. പക്ഷേ ഞാനൊരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ മാനേജ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷന് പോകുന്ന വഴിക്ക് ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിലിരുന്ന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം, അതേപോലെ കൊല്ലത്തെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഇപ്പം നിങ്ങൾ വിചാരിക്കും സച്ചുവും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന്. ഇല്ല ഗൈസ്, ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അവൻ വെറുതെ ബാഗ് ഇട്ട് ഷോ കാണിക്കുകയാണ്. സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും 4ാമത്തെ നമ്പർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. ജനശതാബ്ദിയാണ്. 1:45 ഈ ട്രെയിൻ എടുക്കുന്നത്. 1:30 തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ കയറ്റി വിട്ടിട്ട് മാത്രമേ ഇനി സച്ചുവും അളിയനും തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ സച്ചു ഞങ്ങളേക്കാൾ മുമ്പേ നടക്കുകയാണ്. ആൾക്കാർ കണ്ടാൽ വിചാരിക്കും അവൻ ഞങ്ങളെ കൂടെ കൊല്ലത്തേക്ക് വരുന്നുണ്ടെന്ന്. പക്ഷെ അവൻ വരുന്നില്ല ഗൈസ്. അവൻ എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വീഡിയോ എടുക്കൂ, ഞാൻ ഉടുപ്പിയിലേക്ക് നാട് വിടുകയാണെന്ന്, എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാമെന്ന്. ട്രെയിൻ എടുക്കുന്നവരെ ഇവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചളി അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ എടുത്തപ്പോഴത്തേക്കും അവർ ടാറ്റ പറഞ്ഞ് പോയി ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് കുറച്ച് മാംഗോ ജ്യൂസ് മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് പാർലേസ് കഴിച്ചു. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.